രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ചൂഷണ വിവാദത്തിൽ ഇന്നുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അത്ഭുതകരമായിരുന്നു. UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ കുറ്റാരോപിതനെ പൊടുന്നനെ അങ്ങ് വെള്ളപൂശുകയാണ്. പുറത്തുവന്ന ശബ്ദരേഖകൾ AI നിർമ്മിതമാണ് എന്ന അസാധാരണ അവകാശവാദവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ രംഗത്തെത്തിയത് നമ്മളിന്ന് ആശ്ചര്യത്തോടെ കണ്ടു. ആദ്യ ദിവസങ്ങളിൽ മുഖമില്ലാത്ത സൈബർ സേനാംഗങ്ങൾ മാത്രമായിരുന്നു മാങ്കൂട്ടത്തിലിന് പ്രതിരോധം തീർത്തതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് അയാളെ തള്ളിപ്പറഞ്ഞ് മാതൃകാപരമായി പെരുമാറിയ കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ നേരെ എതിർദിശയിൽ യു-ടേൺ എടുക്കുന്നത്. ഈ ദിവസങ്ങൾക്കിടയിൽ പുതിയതായി എന്തുണ്ടായി എന്ന് നമുക്കാർക്കും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി മറയില്ലാതെ കളത്തിലിറങ്ങാനാണ് A ഗ്രൂപ്പിൻ്റെയും തീരുമാനം. നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ മുഖം നഷ്ടമായേനെ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും വാദങ്ങൾ അംഗീകരിച്ച് മുന്നോട്ടു പോകേണ്ടതില്ലെന്നാണ് ഗ്രൂപ്പിൻ്റെ നിലപാട്. വിശദമായി പരിശോധിക്കാം RDX റാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ സമീപിക്കുന്നത്. നിയമസഭാംഗത്തെ ചോദ്യം ചെയ്യുന്നതിന് സ്പീക്കറുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്പീക്കറെ അറിയിക്കും. നിയമസഭാ സമ്മേളനം ആരംഭിക്കും മുൻപ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി ലഭിക്കുന്നതോടെ രാഹുലിനെ പ്രതിരോധിക്കാനുള്ള പ്രതിപക്ഷ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും. ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും വെള്ളപൂശുന്ന തരത്തിലേക്ക് UDF നേതൃത്വം എത്തിക്കഴിഞ്ഞു. രാഹുൽ ക്രൂശിതനാണെന്നും നിയമസഭയിൽ വരരുതെന്ന് പറയാൻ CPIM-ന് അവകാശമില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് സഭയിൽ ഹാജരാകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചൊന്നും തീരുമാനമെടുക്കേണ്ടത് അവരല്ല. അത് തെറ്റാണ്. രാഹുലിനെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും പാലക്കാട് എത്തിക്കണമെന്നുമാണ് A ഗ്രൂപ്പിന്റെ ആവശ്യം. രാഹുൽ നിയമസഭയിലെത്തിയാൽ ഭരണപക്ഷം പ്രതിഷേധം തീർത്താൽ അതിനെ അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് UDF-ൽ പൊതുവിൽ ധാരണ. രാഹുലിനെതിരെ ഉയർന്നുവന്ന വിമർശനങ്ങൾ പാർട്ടി പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വിപുലമായ പ്രചരണ പരിപാടികളും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് പുറത്തുവന്ന ശബ്ദരേഖകൾ AI നിർമ്മിതമെന്ന അസാധാരണമായ വാദമാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത്. നമുക്കതൊന്ന് കേൾക്കാം. ഇന്ന് ഇപ്പോൾ AI-യുടെ കാലഘട്ടമല്ലേ. ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തണമെന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. രാഹുലിനെതിരെ ഭരണപക്ഷ പ്രതിഷേധമുണ്ടായാൽ ചെറുക്കുമെന്ന സൂചനയായിരുന്നു K മുരളീധരന്റെ വാക്കുകൾ. അതുകൂടി കേൾക്കാം. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരേ സ്വരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. അന്നുയർന്ന വിഷയങ്ങൾ തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആരോപണങ്ങളിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുകയുമാണ്. സനീഷ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമ്മളതിൻ്റെ ഡേറ്റ കാർഡിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ എന്താണ് ശരിക്കും കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇത് ആളുകളെ ഇങ്ങനെ മണ്ടന്മാരാക്കാം എന്ന് നേതൃത്വം കരുതുന്നുണ്ടോ? അതോ ഇവരെല്ലാം ഈ അമ്മാവന്മാരായി പോയതിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? ഇതിനകത്ത് കോമഡി എന്താ വെച്ചാൽ, ഈ അടൂർ പ്രകാശ് AI നിർമ്മിതമാണ് ശബ്ദം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താ അങ്ങനെ പറയുന്നത്? A ഗ്രൂപ്പോ ഈ ഗ്രൂപ്പും ചേർന്ന് നിർമ്മിച്ചതാണ് എന്നോട്ടാണോ ഇദ്ദേഹം പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു, ശരിക്കും വിചാരിച്ചു. അതായത് അതിനകത്ത് ഒരു വസ്തുതയുള്ളത്, AI വ്യത്യാസമില്ലാതെ, അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്, AI വ്യത്യാസമില്ലാതെ, ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനകത്തെ നേതാക്കൾക്ക്, പ്രത്യേകിച്ചും വനിതാ നേതാക്കൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഇപ്പം മുരളീധരനും അടൂർ പ്രകാശും പിന്നെ സണ്ണി ജോസഫും ഒക്കെ ഇതൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. പക്ഷേ അവർക്ക് കൂടെ അറിയാം എന്താണ് അവരുടെ പാർട്ടിക്കകത്തെ നേതാക്കൾക്കുള്ള നിലപാട് എന്ന്. അടൂർ പ്രകാശ് തന്നെ പറയുന്നത് ശരിക്കും വർഷമൊന്ന് കേട്ടു നോക്കെ, ഇതുവരെ വേറൊന്നും വന്നിട്ടില്ലല്ലോ എന്നാണ്. എന്നുവെച്ചാൽ രേഖാമൂലം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന സങ്കടമാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് രേഖാമൂലം എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ കാര്യം കഴിക്കാമായിരുന്നല്ലോ എന്നായിരുന്നു. അതായത് പരാതി വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഇതൊന്നും സംഭവിക്കുന്നില്ലോ എന്നൊരു, ഒന്നും നടക്കാത്തതിലുള്ളൊരു നിരാശ കൂടെ ഈ നേതാക്കൾക്കുണ്ടോ എന്ന് തോന്നലാണ് എനിക്കുള്ളത്. അതിനകത്ത് K മുരളീധരനൊക്കെ വളരെ പ്രധാനപ്പെട്ട, വളരെ മുതിർന്ന നേതാവാണല്ലോ. അദ്ദേഹം ഒന്നും ഇതിനെ പരിഹാസത്തോടെ ഒന്നും കാണരുത്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് പരത്തുക എന്നുള്ള പരിപാടിയാണ്. അതായത് അവിടെ മുകേഷ് ഉണ്ട്, ശശീന്ദ്രനുണ്ട്, അതുപോലൊരു സംഭവമാണിത് എന്നാണ്.
നമുക്ക് രണ്ടുപേർക്കും നമ്മളിരിക്കുന്ന ഈ സ്ഥാപനത്തിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടല്ലോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് പരാതിക്കാരി. AI അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പൂച്ച കരച്ചിലോ പൂവൻകോഴിയുടെ കരച്ചിലോ അല്ല. യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെട്ട, അതിഗുരുതരമായിട്ട് ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളുണ്ട്. അതിലൊരാളെ നേർക്കുനേർ കണ്ടിട്ടുണ്ട് നമ്മുടെ സഹപ്രവർത്തക. അവരത് വളരെ വന്നിട്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി വന്ന് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവർ നേർക്കുനേർ മുഖാമുഖം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ സമാനതകളില്ലാത്ത വിധം ക്രൂരമായിട്ട് ഉപദ്രവിക്കപ്പെട്ടിട്ട് അത് മുഴുവനായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ ഇപ്പോൾ ഇവർ ഞെട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞെട്ടും എന്ന് നമുക്കറിയാം. അതിൻ്റെ കുറേയേറെ കാര്യങ്ങളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് തന്നെ മെസ്സേജായിട്ടും അവരുടെ ശബ്ദമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരിപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഞെട്ടലുണ്ടാകും. അപ്പോൾ ഇവർക്ക് തമാശ പറഞ്ഞും AI കൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് മറികടന്ന് പോകാവുന്നൊരു സംഗതിയാണിത് എന്ന് ഇവരിപ്പോഴും വിചാരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇവർക്കുള്ളത്രക്ക് സീനിയോറിറ്റി ഉള്ള അതിനുള്ള പക്വതയുള്ള നേതാക്കന്മാരല്ല, അവർക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇവർ വിചാരിക്കുന്ന മറ്റേതൊരു രാഷ്ട്രീയ സംഭവത്തെയും പോലെ ഞങ്ങൾക്ക് മറികടന്ന് പോകാവുന്നൊരു നാണക്കേട് മാത്രമേ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ്. ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. അതായത് ഇവർ വിചാരിക്കുന്ന ഇതിനൊക്കെ ഒരു അതിരുണ്ടല്ലോ. ഇവരൊക്കെ 10-40 കൊല്ലക്കാലം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാക്കളായിട്ടൊക്കെ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ വിചാരിക്കും ഇങ്ങനൊരു ആരോപണം ഉയർന്നാൽ, പ്രത്യേകിച്ച് രേഖാമൂലം പരാതിയൊന്നും വരാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ പോയാലും ഇത്രത്തോളം എന്നവർക്ക് ഒരു തോന്നലുണ്ടാവും. യഥാർത്ഥത്തിൽ അതിനപ്പുറത്താണ് ഈ ചെറുപ്പക്കാരൻ്റെ ലീലാവിലാസങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം അവർക്കുണ്ടാകും. അതായത് ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇത്രക്ക് വസ്തുതാപരമായിട്ടും സത്യസന്ധമായിട്ടും ഇരിക്കുകയാണ് കാര്യങ്ങൾ എന്നിരിക്കെ അങ്ങേയറ്റം മനോവേദനയോടെ കഴിയുന്ന 1-ലേറെ ആളുകൾ, 2-ലേറെ ആളുകൾ, 3-ലേറെ ആളുകൾ അവരുടെ ബന്ധുക്കളും അവിടെ ഉണ്ടായിരിക്കെ, അതിൻ്റെ രേഖകൾ ഇപ്പോഴത്തെ കാലത്ത് ഈ സാങ്കേതിക സംവിധാനങ്ങൾക്കകത്ത് ഉണ്ടായിരിക്കെ ഇവർ വിചാരിക്കുന്നിടത്ത് കാര്യം നിൽക്കില്ല. ഉണ്ടാക്കിയതാണോ അടൂർ പ്രകാശ് എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള അണികൾ ചോദിക്കും. പിന്നെ ഞാൻ ഇവരോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സംശയം, എങ്ങനെയാണ് ഹർഷൻ ഇയാളെ MLA ആയിട്ട് നിയമസഭയിലേക്ക് കൊണ്ടുപോവുക? എങ്ങനെയാണ് ഇവർ 2ാം ടേമും കഴിഞ്ഞ് 3ാം ടേമിലേക്കെങ്കിലും പിണറായി വിജയനെ വരുത്താതെ ഈ പറയുന്ന 3ാം ടേം വരുമ്പോഴേക്ക് ഇവരാരെങ്കിലും മുഖ്യമന്ത്രിയായിട്ടൊരു സർക്കാരിനെ കൊണ്ടുവരണമെന്ന് ഇവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മുന്നിലേക്ക് ഓടിയിട്ട് പിന്നെ ഒരു ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു വലിയ കരിങ്കല്ലും പിന്നിൽ കെട്ടിയിട്ടാണ് അവർ ഓടുക. അതും അറുത്തു മുറിച്ച് കളഞ്ഞിട്ടല്ലേ ഓടിയാലേ അവർ 1ാം സ്ഥാനത്തെത്തും. അതാണ് ഇതിപ്പോൾ ഈ അടൂർ പ്രകാശ് AI എന്ന് പറയുമ്പോൾ നമുക്ക് IA എന്ന് പറയാനാണ് തോന്നുക. കാരണം അടൂർ പ്രകാശ് അല്ല പറയേണ്ടതെന്നേ, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറയണ്ടേ ഇത് AI ആണ്, അല്ലാതെ എൻ്റെ ശബ്ദമല്ല എന്നൊരു തവണ പറയാൻ ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല. അത് പറയാൻ പറ്റില്ല. എന്താണെന്നുള്ള വസ്തുത ലോകത്തിനറിയാം, നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർക്ക് മാത്രമേ അറിയാത്തതുള്ളൂ. സനീഷ്, ഞാൻ പറഞ്ഞില്ല, സനീഷ് നേരത്തെ പറഞ്ഞില്ലേ, MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, ബിന്ദു കൃഷ്ണയാണ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത് ഷാനി മോൾ ഉസ്മാനാണ്. രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞത് ഉമാ തോമസ് ആണ്. നേതാക്കൾ ഒറ്റക്കെട്ടായതിനാൽ രാഹുലിന് ഇനി തുടരാനാവില്ല എന്ന് ദീപ്തി മേരി വർഗീസാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞത് അടൂർ പ്രകാശ് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. വ്യത്യാസമില്ലാതെ എല്ലാവരും പറഞ്ഞാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഈ തീരുമാനത്തിൽ ഗ്രൂപ്പ് എന്ന് നേരത്തെ പറഞ്ഞു, പക്ഷേ ഗ്രൂപ്പ് മാത്രമൊന്നുമല്ല, ഇതാകെ ചിതറി തന്നെയാണ് ആത്യന്തികമായി നിൽക്കുന്നത്. പിന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, ഈ വെട്ടുക്കിളികളെയും ഫാൻസിനെയും, ഈ സോഷ്യൽ മീഡിയയിലുള്ള ഫാൻസിനെയും വെട്ടുക്കിളികളെയും ഈ നേതാക്കന്മാർക്ക് പേടിയാണ്. അതുകൊണ്ടുകൂടിയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ, ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരേ സ്വരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. അന്നുയർന്ന വിഷയങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആരോപണങ്ങളിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന രാഹുലിന് പോലും അയാൾക്കെതിരെ ഉയർന്ന ശക്തമായ തെളിവുകൾ നിഷേധിക്കാനായിട്ടില്ല. അതിനിടെയാണ് മുതിർന്ന നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് പൊടുന്നനെയുള്ള ഈ മനമാറ്റം എന്നതിൽ നമുക്കാർക്കും ഒരു വ്യക്തതയുമില്ല. എന്തായാലും ഈ വൈറ്റ് വാഷിംഗ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനും ആ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിക്കും ഗുണകരമാകില്ല. സാമാന്യ ജനത്തിൻ്റെ അടിസ്ഥാന യുക്തിയെ കോൺഗ്രസ് നേതൃത്വം ചോദ്യം ചെയ്യരുത് എന്നാണ് RDXന് പറയാനുള്ളത്. ഒരിടവേള കൂടി.